ഹലോ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരുങ്ങിക്കിട്ട് എങ്ങോട്ടാ ഒരുങ്ങിയിട്ടെന്നല്ല ഡ്രസ് ഇട്ടിട്ട് എങ്ങോട്ടാ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തുവാ കളിയാക്കുന്നത് പറ്റത്തില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇട്ടോ എടുക്കുക കട്ടി. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങോട്ടാ പോകുന്നത്. ഞാൻ ശരിക്കും കണ്ടു ട്രെയിനിങ് ഞാൻ ഓടി പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഞാൻ പുതിയ ഷൂസ് വാങ്ങിച്ചു. അപ്പം ആ ഷൂസ് ആംഗിൾ എന്നെ ഇൻട്രോ പറയാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. ഞാൻ പറയാം, ഞാൻ പുതിയ ഷൂസ് വാങ്ങിച്ചു. അപ്പം എനിക്ക് മുന്നേ ഇട്ടിരുന്ന ഷൂസ് ആംഗിൾ പെയിൻ കാരണം അത് മാറ്റി വെച്ചിട്ട് ഞാൻ പുതിയ ഷൂസ് വാങ്ങിച്ചിട്ട് അവർ പറഞ്ഞു ഓടി നോക്ക് 7 ദിവസം അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ ആ ഷൂസ് ഇട്ട് ഓടി നോക്കാൻ പോകണം. ഓടി നോക്കുമെന്നു നിങ്ങൾ എനിക്ക് 5-10 കിലോമീറ്റർ ഓടുന്നു. ഇല്ല, ഞാൻ 1 കിലോമീറ്റർ ഓടി നോക്കും. അപ്പോൾ 1 കിലോമീറ്ററിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇങ്ങനെയാണ് ദ റാൽഫ് റോബോട്ട് എന്ന ഇൻസ്റ്റാ പേജ് എന്നെ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് ഷൂസ് കാണാം. അപ്പം ഇതാണ് എൻ്റെ ഷൂസ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഉണ്ട്. അല്ല, ഷൂസ് ടെസ്റ്റിംഗ് ആണ് ശരിക്കും. ഇതിപ്പോൾ തുറക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് അസിക്സിൻ്റെ പേര് പറഞ്ഞു എൻ്റെ ജെൽ കയാനോ 31 അല്ലേ ആണ്. ഷൂസ് കണ്ടോ, ഇത് ഭയങ്കര കുഷൻ എഫക്റ്റ് കൊണ്ടുവന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് ആ എഫക്റ്റ് കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ ഷൂസും ഇട്ട് ഓടുമ്പോഴത്തേക്കും ആംഗിൾ ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് ഓടിയിട്ട് ആംഗിൾ വേദന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. നല്ല കളറല്ലേ, ഒരു പീച്ച് ഷെയ്ഡ്. അപ്പം നമ്മൾ ഇതിട്ടിട്ട് ഓടാൻ പോവാണ് ഗൈസ്. നമ്മളെവിടെ പോവാം? സ്റ്റേഡിയത്തിൽ പോയി ഓടാൻ പോവാം. അപ്പം നമുക്ക് സ്റ്റേഡിയത്തിൽ പോകാൻ ഇതൊക്കെ ഇട്ടിട്ട്. അപ്പം എൻ്റെ അസിസ്റ്റൻ്റ് ഇതാ എനിക്ക് ഷൂസ് കെട്ടിത്തരുന്നു. ഹാഫ് മാരത്തോൺ ഓടുന്ന ആൾ 1 കിലോമീറ്റർ ഓടുന്ന അതിൽ ഇവിടെ പ്രസക്തിയില്ല. അത് ലൂസ് ആക്കിയാലേ കയറുള്ളൂ. ഞാൻ നേരത്തെ ഈ ഷൂസിൻ്റെ കളർ പീച്ച് എന്നല്ലേ പറഞ്ഞത്. ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്നതിൻ്റെ കളർ ഡെസേർട്ട് റെഡ് വൈറ്റ് ആണേ. കണ്ടോ, ഇതിപ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് കിലോമീറ്റർ ഓടി നോക്കിയിട്ട് പറയാം. എൻ്റെ റണ്ണിങ് പാർട്ട്ണർ ഇത് വലിയ ഷൂസ്, നമ്മൾ പാവം ശിശു. ഇത് കുറേ കിലോമീറ്റർ ഓടിയ ഷൂസ് അല്ലേ? നീ ഇപ്പം എത്ര കിലോമീറ്റർ ആയി? 709. ഞാനിവിടെ 1 കിലോമീറ്റർ ഓടാൻ പോകുന്നു. പക്ഷെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ഒരു 1 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടില്ലല്ലോ. ഞാൻ ഓടുക നടക്കുക. നോക്കാം കണ്ടിന്യൂസ് ആയിട്ട് എപ്പോൾ ഓടാൻ പറ്റുന്ന. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റേഡിയത്തിൽ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ സ്റ്റേഡിയം എത്തി. ഇനി നമ്മൾ കുറച്ച് വാമപ്പ് ചെയ്യും. വാമപ്പ് ചെയ്തിട്ടല്ലേ ഓടുക.
അങ്ങനെ ഞാൻ 3.6 കിലോമീറ്റർ നടക്കുകയും കൂടെ ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഫുൾ റൗണ്ട്, അതായത് 400 മീറ്റർ നടക്കാതെ ഫുൾ 400 മീറ്റർ ഓടിയത് ഫസ്റ്റ് ടൈം. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ എനിക്ക് ഷൂസ് ഇട്ടിട്ട് അങ്ങനെ പെയിനൊന്നും വന്നില്ല. ഞാൻ വിചാരിച്ചു പെയിൻ വരുമായിരിക്കും, പിന്നെ തിരിച്ച് മാറ്റണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് പെയിനൊന്നും വന്നില്ല. നല്ല എൻ്റെ കുഷനിങ് എഫക്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ ഇത്രയും നടക്കുകയും ചെയ്തതിൽ എനിക്ക് അത്ര പെയിനൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് നോക്കാം, ഇനി നെക്സ്റ്റ് ഡേ വന്ന് നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പെയിൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഇപ്പം ഈ 3.6 കിലോമീറ്ററിൽ എനിക്ക് പെയിനൊന്നും വന്നിട്ടില്ല. നന്നായിട്ട് സപ്പോർട്ടിങ് സംഭവമായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ആങ്കിളിൽ പെയിൻ എടുക്കുന്നു, പക്ഷേ പെയിനൊന്നും എടുത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഓട്ടം കംപ്ലീറ്റായി. അവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓടിക്കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം അറിയാം. വിശേഷമല്ല, ബാക്കി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ ഞാൻ അവൻ എത്ര ഓടിയെന്നും കൂടെ പറയാം. ഓക്കെ, ഇതാ നമുക്കിവിടെ സ്റ്റേഡിയത്തിൽ നിന്നാൽ ഇവിടെ നമുക്ക് ക്രിസ്ത്യൻ പള്ളി കാണാം, ഇപ്പുറത്ത് മുസ്ലിം പള്ളിയുണ്ട്, പിന്നെ എന്താ ഓമം നേദിക്കുന്നില്ലേ അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം മൂന്നും ഒന്നിച്ച് വരുന്നൊരു സ്ഥലം കേട്ടോ ഇത്. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ഒരു 10 ആകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും. ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനത്തെ ഓടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റും. സോറി, ക്ഷമിക്കുക. കംപ്ലീറ്റ് ആയോ? എത്രയായി? ഇത്ര അടുത്ത് വന്നാൽ 5 കിലോമീറ്റർ. ആ അല്ല, ഭയങ്കര ക്ലോസ് ആയിട്ട്. ഓക്കെ, 5 കിലോമീറ്റർ ഓടി ക്ഷീണിച്ച് വന്നിരിക്കുവാണ്. ക്ഷീണിച്ചില്ലേ? ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ടിലെ പാട്ട് കേൾക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഓക്കെ, അപ്പം അങ്ങനെ 5 കിലോമീറ്റർ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഓട്ടമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ഒരു ലൈറ്റ്സ് ഒക്കെ ഉള്ളൊരു റോഡിൻ്റെ, ഈ പാളയം അങ്ങോട്ട് തിരിയുന്ന സ്റ്റേഡിയത്തിൻ്റെ സൈഡിലൊരു റോഡുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രശേഖര സ്റ്റേഡിയത്തിൻ്റെ സൈഡിലുള്ള റോഡ്. ഇത് അവിടെ കാണുന്നത് നിയമസഭയാണ്. ഇതിങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കും. കണ്ടോ, റെഡ്, ഒരു യെല്ലോ കളർ, ഇനി ഇപ്പം അടുത്ത കളർ വരും. ഗ്രീൻ വന്നു. ഗ്രീൻ അല്ലല്ലോ, ബ്ലൂ കളർ. കൊള്ളാല്ലേ? അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.